ദല്ലാൽ നന്ദകുമാറിന്റെ ഒത്താശയിൽ ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാദേവ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിവാദത്തിൽ ഇ.പി. ജയരാജൻ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തായി. കൺവീനർ സ്ഥാനം ഒഴിയാൻ ഇ.പി. താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സംഘടനാപരമായി നടപടിയെടുക്കാനായിരുന്നു സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ച ഇ.പി. സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലെ വീട്ടിലേക്ക് പോയി. പിന്നാലെ ഇ.പി. ജയരാജനെ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ മുന്നണി യോഗം തീരുമാനിക്കുകയായിരുന്നു. പകരം ചുമതല ടി.പി. രാമകൃഷ്ണന് നൽകുമെന്നാണ് അറിയുന്നത്. ഇ.പിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. അതിനാൽ തന്നെ തീരുമാനം പ്രഖ്യാപിക്കുക കേന്ദ്ര കമ്മിറ്റിയാകും. ഇ.പി. ജാബ്ദേക്കർ ദല്ലാൽ നന്ദകുമാർ കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടിംഗ് നടന്ന ഏപ്രിൽ 26 രാവിലെയാണ് സി.പി.എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇ.പി. ജയരാജന്റെ വെളിപ്പെടുത്തലുണ്ടായത്. കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. ദേശീയ നേതാവ് പ്രകാശ് ജാദേവ്കറെ താൻ കണ്ടുവെന്നാണ് ഇ.പി. ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറഞ്ഞത്. ആക്കുളത്തെ മകന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും ഇ.പി. പറഞ്ഞിരുന്നു. ഇത് സി.പി.എമ്മിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇ.പിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ഇ.പിക്ക് ഉൾക്കൊള്ളാനായില്ല. കുറച്ചുകാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇ.പി. പ്രതിഷേധത്തിലായിരുന്നു. നാളെ മുതൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. അതിനിടയിൽ ഇത്തരം നടപടികൾ പാർട്ടിക്ക് സാധ്യമല്ല. അതിനാൽ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പായി നടപടി സ്വീകരിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസമുള്ള ഇ.പി. ജയരാജന്റെ പ്രതികരണം അന്ന് വൻ രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് തിരിതെളിച്ചത്. ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരുമായി കൂട്ടുകെട്ട് ഇ.പി. ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിണറായി പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പാണെന്ന് സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ശരിവച്ചു. ഇതോടെ ഇ.പിയുടെ പോക്കിലെ നേതൃത്വത്തിന്റെ അതൃപ്തി പരസ്യമായി. ബി.ജെ.പിയിൽ ചേരാൻ നേതാക്കളുമായി ഇ.പി. ചർച്ച നടത്തിയെന്ന ആരോപണം സാങ്കേതികമായി പിണറായിയും എം.വി. ഗോവിന്ദനും തള്ളിയെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇ.പി. കാണിക്കുന്ന ജാഗ്രത കുറവിനെ നേതൃത്വം ഗൗരവത്തിലെടുത്തതിന്റെ തെളിവായിരുന്നു പരസ്യ പ്രതികരണം. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ എം.വി. ഗോവിന്ദൻ സി.പി.എം സംസ്ഥാന സെക്രട്ടറിയായ ശേഷം ഇ.പി. ജയരാജൻ പലതവണ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു. എങ്കിലും നേതാക്കൾ ആരും പരസ്യമായി അഭിപ്രായം പറഞ്ഞിരുന്നില്ല. ജാദേവ്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നാണ് ഇ.പി. അന്ന് നൽകിയ വിശദീകരണം. ദല്ലാൽ നന്ദകുമാറിനൊപ്പമാണ് ജാബ്ദേക്കർ തന്റെ മകന്റെ തിരുവനന്തപുരത്തെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വന്നത്. വന്നു, കണ്ടു, പരിചയപ്പെട്ടു. എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടു പരിചയപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് രാഷ്ട്രീയമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ രാഷ്ട്രീയമെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ തീർന്നു. ഈ കൂടിക്കാഴ്ചയാണ് മറ്റു രീതിയിൽ വളച്ചൊടിക്കുന്നത്. കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും 4 മാധ്യമപ്രവർത്തകർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നായിരുന്നു ഇ.പിയുടെ നിലപാട്.